ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ലിപ്പാണ്. ഓക്കെ, സോ ലിപ്പ് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബേസിക്കലി ഒന്ന് ലിപ്പ് ലൈൻ വരയ്ക്കാൻ പോവാണ്. ആൻഡ് ഐ എം ഗോയിങ് ടു യൂസ് എ വെരി നൈസ് മ്യൂട്ടഡ് റോസ് കളർ. സോ ദിസ് ഇസ് എ നൈസ് കളർ. ശരിക്കും പറഞ്ഞാൽ വളരെ പ്രിറ്റി ഒരു കളറാണ്. ഇങ്ങനത്തെ ഒരു കളർ ലിപ്പ് ലൈനർ യൂസ് ചെയ്യാണ്. ഓക്കെ, ഈ ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് വെച്ച് നല്ലതായിട്ട് നല്ല ഷാർപ്പാക്കും. എനിക്ക് ലിപ്സ് എപ്പോഴും നല്ല ഷാർപ്പ് ആൻഡ് പ്രിസൈസ് ആയിരിക്കണം. എനിക്ക് ലിപ്സ് വളരെയധികം ഫോക്കസ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ലിപ്പ് ചെറുതാക്കുന്ന ഇഷ്ടമല്ല. ലിപ്പ് നല്ല വളച്ച് നല്ല ഷാർപ്പായിട്ട് വരയ്ക്കുന്നതാണ് എനിക്കിഷ്ടം. എന്നാൽ മാത്രമേ മുഖത്തിന് എടുപ്പ് വരുള്ളൂ. സോ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ വൈൻ കളർ ലിപ്പ് ലൈനർ വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് ഫില്ല് ചെയ്തിട്ട് ആദ്യം ഒരു ഷാർപ്പ് ലൈൻ വരയ്ക്കും. അത് കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് പെൻസിൽ വെച്ച് തന്നെ. ആൻഡ് ദെൻ ഐ വിൽ ടേക്ക് ദ ലിപ്സ്റ്റിക് ആൻഡ് ഗോ ഓവർ. ഇങ്ങനെയാണ് ലിപ്പ് ഞാൻ ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇതൊന്ന് സെറ്റ് ചെയ്യണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതൊരു മാറ്റാവും. ഇപ്പം നമ്മുടെ ലിപ്സ് സെറ്റായി, ആബ്സല്യൂട്ട് മാറ്റായി. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല മാറ്റാണ്, ഒരു ഷൈനൊന്നുമില്ല. പക്ഷേ ഇങ്ങനത്തെ ലിപ്സ്റ്റിക്ക് ഇറ്റ്സ് മോർ ലോങ് ലാസ്റ്റിംഗ്. നിങ്ങൾക്ക് ഒരു ഫുൾ ഡേ വർക്കോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്ലോസ് വേണമെങ്കിൽ ഗ്ലോസ് ഇടാം. അത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. സോ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു പ്ലംപിംഗ് ലിപ്പ് ഗ്ലോസ് ആണ്. ലിപ്പ് ഗ്ലോസ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫുള്ള് ലിപ്പ് മുഴുവൻ ഇടണ്ട. ഈ സെൻറ്റർ പോർഷനിൽ ഇട്ടങ്ങ് ബ്ലെൻഡ് ചെയ്ത് വിട്ടാൽ മതി. അങ്ങനെയാണ് ലിപ് ഗ്ലോസസ് ഇടേണ്ടത്.